ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമില്ലേ? ഞാൻ ദാ ഒരു ലോങ്ങുമായിട്ട് കുറേ നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഞാൻ വന്നിരിക്കുകയാണ്. ആരും കാണൂലെന്നറിയാം, എന്നാലും കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു വലിയ ഉപദേശത്തോടു കൂടി എന്തൊക്കെയോ ഞാൻ പറയുന്നു. ഈ സത്യം എന്തെന്ന് വെച്ചാൽ, ഇതൊക്കെയാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കാൻ വലുതായിട്ടൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ള കുറേ അതും ഇതും ഒക്കെയേ ഉള്ളൂ. ഒരു നാടൻ ഗെറ്റ് റെഡി വിത്ത് മീ. നിങ്ങൾക്ക് എൻ്റെ മകൻ്റെ ശബ്ദവും കേൾക്കാം. കാര്യം അവൻ്റെ കൂടെ ഇരുന്നാണല്ലോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഇത് ചപ്പും ചേർന്നും പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഇടേണ്ടതെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എൻ്റെ കൈ കിട്ടി എന്തൊക്കെയോ ഞാനെടുത്ത് ഇടുന്നുണ്ട്. മേക്കപ്പ് ചെയ്ത കോലം കൊള്ളാമോ ഇല്ലാത്ത കോലം കൊള്ളാമോ എന്നൊക്കെ നിങ്ങൾ വേണം പറയാൻ കേട്ടോ. ഒരു കമൻറ്റെങ്കിലും വരണം, അത് നല്ലതായിരിക്കണം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? ആദ്യം മോയ്സ്ചറൈസർ, പിന്നെ ഞാൻ എന്താണ് ഇട്ടത് ഗൈസ്, സൺസ്ക്രീൻ, പിന്നെ ഞാൻ പിന്നെന്തുവാ പിന്നെ ഇതാ ഞാൻ ഇട്ടിരിക്കുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ, അത് തന്നെ അല്ല, അതാണ് സൺസ്ക്രീൻ ഇടണം. ആദ്യം നമ്മൾ എന്താണെന്ന് വെച്ചാൽ, മേക്കപ്പ് ചെയ്യാനുള്ള ഈ മെസ്സേജുകളുടെ രീതി അതൊന്നും എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് ഗൈസ്. പിന്നെ നല്ലോണം അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എന്താണ്, സൺസ്ക്രീനാണ്. വെയിലൊന്നും ഇല്ലെങ്കിലും മഴയാണെങ്കിലും വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ സൺസ്ക്രീൻ ഇടുകയാണ് ഗോയ്സ്. 3 ഫിംഗർ 4 ഫിംഗർ എന്ന് എല്ലാവരും പറയുമെങ്കിലും എനിക്ക് അതിൻ്റെ അത് അങ്ങോട്ട് അറിയാഞ്ഞൂടാത്തതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ചൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരുപാട് മേക്കപ്പ് ചെയ്തു മീഡിയം മേക്കപ്പോടുകൂടി മേക്കപ്പ് ഇല്ലാതെ നടക്കാൻ ഇഷ്ടമാണ്? എനിക്ക് ലൈറ്റായിട്ട് കുറച്ചൊരു ലിപ്സ്റ്റിക്കും കണ്ണെഴുതുന്നതും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ ഉപയോഗിക്കാറുള്ളത് ഫെയർ ആൻഡ് ലവ്ലിയാണ്. പിന്നെ അത് ഓവർ മേക്കപ്പൊക്കെ ആയാൽ എൻ്റെ മുഖത്തൊരുമാതിരി കുമ്മാട്ടി കളിക്ക് പോയതുപോലെ ഇരിക്കും. പിന്നെന്താണ്, ഞാൻ എന്തിടണമെന്ന് ആലോചിക്കുകയാണ്. ഇതെടുക്കുന്നു എല്ലാം എടുക്കുന്നുണ്ട്. പിന്നെന്താ, അപ്പോൾ നിങ്ങൾക്ക് സുഖമല്ലേ ഗായ്സ്? ഞാൻ ലോങ് വീഡിയോസായിട്ട് വരും കേട്ടോ. കുറച്ചുകൂടി വിപുലമായി വീഡിയോസ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ കുട്ടികളുടെ വിരളങ്ങൾ കൊണ്ട് എനിക്കിത് കഴിയാത്തതിനാലാണ് ഞാൻ ഇങ്ങനെ ഷോർട്ടിൽ ഒതുക്കുന്നത്. പിന്നെന്താണ്, ഇങ്ങനെയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കണം, റിങ്കിൾസൊക്കെ മാറുമെന്നാണ് പറയുന്നത്. തള്ള വൈബായില്ലേ, തള്ള വൈബ്. അങ്ങനെ അതിട്ടു ഇതിട്ടു എല്ലാം ഇങ്ങനെ ചെയ്യുകയാണ് ഗൈസ്. ഞാനിങ്ങനെ റബ്ബ് ചെയ്ത് വിട്ടു കൊടുക്കുന്നു. അവിടെ ഇടുമായിരുന്നു. മോനെ, ഞാനൊന്ന് വോയിസ് ഓവർ ചെയ്തോട്ടെ മകനെ, എന്നെ ഒന്ന് വെറുതെ വിട്ടോ. എന്നിട്ട് കണ്ണെഴുതി കൊടുക്കണം കേട്ടോ. എൻ്റെ തലമുടി മുഴുവൻ മോയ്സ്ചറൈസർ കണ്ണല്ല, സോറി, പുരികത്താണോ കണ്ണ് എന്ന് ചോദിക്കേണ്ടെന്നുള്ള അവസ്ഥ വരുത്തി വയ്ക്കാതിരിക്കാൻ വേണ്ടി ഞാനതിനെ തിരുത്തുന്നു. ഐബ്രോ വരയ്ക്കുകയാണ് ഗൈസ്. ഞാൻ സാധാരണ തെളിച്ചൊന്നും വരയ്ക്കാറില്ല, എന്നാലും പിന്നെ അതല്ലേ ഒരിത്. നിങ്ങൾ എത്ര പേർക്ക് പാട്ട് കേൾക്കാനും പാട്ട് പാടാനൊക്കെ ഇഷ്ടമാണ്? ഞാൻ ചുമ്മാ ഇരിക്കുമ്പോൾ പാട്ട് കേൾക്കാൻ തോന്നില്ല കേട്ടോ. എനിക്ക് ഒരുപാട് ടെൻഷൻ തോന്നുന്ന ടൈമിലാണ് ഞാൻ പാട്ട് കേൾക്കുന്നതും പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കുന്നതും. വീട്ടുകാർ ചോദിക്കും, നിനക്ക് എന്തെങ്കിലും കുറവുണ്ടോ തലയ്ക്ക് എന്ന്. അപ്പോൾ ഞാനങ്ങ് നിർത്തും. അത്രയേ ഉള്ളൂ ഗൈസ്. അങ്ങനെ ഞാൻ ഐബ്രോ ചെയ്തു, ഐലൈനർ വരച്ചു. അത് കാണിക്കാൻ പറ്റിയില്ല, എന്ന് പറഞ്ഞ് വായൊക്കെ തുറന്നു പോണതുകൊണ്ട് പ്രത്യേക എക്സ്പ്രഷൻ ഒന്നും ഇടണ്ട എന്ന് വിചാരിച്ച് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് ഓക്കെ. അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുകയാണ്. ഈ ഷെയ്ഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം കേട്ടോ. ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും കൊള്ളാമെന്ന് വിശ്വസിക്കുന്നു ഗൈസ്. അങ്ങനെ ചീക്ക് ടിൻ്റ് ഇടണം. ഞാനിത് സ്പിറ്റനിലൂടെയുള്ള ഒരു ഓഫറിൽ വാങ്ങിയ ചീക്ക് ടിൻ്റാണ്. അങ്ങനെ ഞാനിത് ഉപയോഗിക്കാറില്ല, എന്നാലും ഈ പറ്റിഷോ ചെയ്യുമ്പോൾ എല്ലാവർക്കും കാണിച്ച് തരണമല്ലോ എന്ന് വിചാരിക്കുന്നു. ഞാൻ ഫൈനലിലൊക്കെ കാണിച്ച് തരാം. അത് ഞാൻ ഇട്ടപ്പോൾ ഒരുപാട് അര വെച്ച് മോന്തക്കിട്ട് ഇടിച്ചതുപോലെ തോന്നി. അങ്ങനെ ഞാൻ ഒരുപാട് മച്ച് അങ്ങനെ ഞാൻ ഇട്ടിട്ട് മാച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും എനിക്ക് വട്ടായിപ്പോയി എന്ന്. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? എൻ്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഞാനതിങ്ങനെ തുടച്ചതും ഐബ്രോ പെൻസിൽ എൻ്റെ കൂടെ പോകുന്നു. അങ്ങനെ ഞാൻ ഒന്നുകൂടി ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഇനി അടുത്തതായി വള ഇടുന്നുണ്ട്. അതൊക്കെ ചുമ്മാ ഒരു പട്ടിഷോ മാത്രം നിങ്ങൾക്ക് മുന്നിൽ. വേറെ ഒന്നിനുമല്ല, വീടിൻ്റെ ടെറസിൻ്റെ മണ്ടയിൽ പോയി പാട്ടി തിരിഞ്ഞിരിക്കാൻ വേണ്ടിയുള്ള ഒരു മേക്കപ്പ്. വേറെ ഒന്നുമല്ല, കുട്ടികളുണ്ടായിരുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചു. ഫാൻ ഇട്ടിട്ടുണ്ട്, ചെറിയൊരു ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂൾ തുറക്കാറായല്ലേ. അപ്പോൾ ആൾക്കാർ വിചാരിക്കും എനിക്ക് എങ്ങനെ മാത്രമേ സംസാരിക്കാൻ അറിയാമെന്ന്. എനിക്ക് എല്ലാ രീതിയിലും സംസാരിക്കാൻ അറിയാം ഗായ്സ്. അങ്ങനെ നമ്മുടെ മക്കൾക്ക് സ്കൂൾ തുറക്കാറായി, പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ.
മെനിയാന്ന് പോയി എല്ലാം വാങ്ങിച്ചുകൊണ്ട് വെച്ചു. ഇനി അതിൻ്റെ ബൈൻഡിടൽ പ്രയാണമാണ് മക്കളെ, ബൈൻഡിടൽ പ്രയാണം. തല കെട്ടാനും പറക്കാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, സോറി. തല കെട്ടാനൊന്നും എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുന്നതാണ് ഗൈസ്. അങ്ങനെ വലിയ മോഡലൊന്നുമില്ലാത്ത കോഴി കുളിച്ച് നനയുന്നത് ഇരിക്കുന്ന തല ഞാൻ എന്തൊക്കെയോ ചെയ്ത് വെക്കുന്നുണ്ട്. അതൊന്നും ശരിയായില്ലെങ്കിലും ഞാനതെങ്ങനെയെങ്കിലുമൊക്കെ ശരിയാക്കും. ഇടയ്ക്കൊക്കെ ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് സ്റ്റൈലുകളും മോഡലുകളും ഒന്നും അറിയാത്തത് കൊണ്ടും കെട്ടിയാലൊട്ട് മോന്തയ്ക്ക് ചേരാത്തത് കൊണ്ടും ഞാനതൊന്നും ചെയ്യുന്നില്ല ഗൈസ്. എൻ്റെ കണ്ണാടി പോയപ്പോഴേ എനിക്കൊരു ലുക്കില്ലാണ്ടായല്ലേ. ഞാൻ വയ്ക്കാം, ഇപ്പം തന്നെ വയ്ക്കാം. പിന്നെന്താ, അങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചതാണ് ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ ഏത് ലുക്കാണ് ഇഷ്ടപ്പെട്ടതെന്നും കൂടെ പറയണം കേട്ടോ. ഞാനിക്കത് ആ കണ്ണാടി വെക്കാണ്ട് നിന്ന് കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത് കണ്ണാടി വെക്കുന്നുണ്ട് വിത്ത് മേക്കപ്പ് ഇല്ലാണ്ടും ഞാൻ കാണിക്കുന്നുണ്ട്. എൻ്റെ ഫേസ് ഏതാണ് കൊള്ളാമെന്നുള്ളത് ഒരു കമൻറ്റെങ്കിലും ആരെങ്കിലും ഇടണം കേട്ടോ. എൻ്റെ ജീവനായ പ്രാണനായ എൻ്റെ കണ്ണാടി ആരില്ലെങ്കിലും എനിക്ക് അവൻ വേണം. ഞാൻ ലേബർ റൂമിൽ വരെ കണ്ണാടി വെച്ചുകൊണ്ട് പോയി ഗൈസ്. അതൊരു കഥ, ഞാൻ ഇനിയും പല കഥകളുമായി വരും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണണം. സ്റ്റേ ട്യൂൺ. ഞാൻ പോകുന്നില്ല കേട്ടോ. കണ്ടോ, ഇട്ട് കഴിഞ്ഞതും എനിക്ക് എന്തോ പോലെയൊക്കെ തോന്നിയിട്ട് ഞാൻ കുറേയൊക്കെ തുടച്ച് കളയുവാണ്. എനിക്ക് എന്തോ മുഖത്തൊരു കല്ല് പറക്കിയിട്ട ഒരു ഫീലിങ്സാണ് ഓവർ മേക്കപ്പ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഞാനിങ്ങനെ പട്ടിഷയൊക്കെ കാണിക്കുകയാണ്. കൊള്ളാമോ ഗൈസ്? ഇത് കൊള്ളാമോ? അല്ലാത്ത മേക്കപ്പ് ഇല്ലാത്ത ലുക്ക്, ഈ കൂള ലുക്ക് കൊള്ളാമോ എന്നും കൂടെ നിങ്ങൾ പറയണം. ഞാൻ മായ്ച്ച് കളഞ്ഞു, പക്ഷേ കണ്ണിൽ എഴുതിയത് മായ്ക്കാൻ വിരിച്ചു പോയി ഗൈസ്. അപ്പോൾ സപ്പോർട്ട് മീ, സബ്സ്ക്രൈബ് മീ. ബൈ ബൈ.